ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഈദിന് ചെറിയൊരു ഔട്ടിങ്ങൊക്കെ പോയി. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയൊരു വീഡിയോ ഇട്ടാണ്. രാവിലെ തന്നെ ഈദ്ഗാഹിന് തന്നെ പോണേ. അന്നപ്പോൾ ഹുസൈൻ സലഫിൻ്റെ പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ട് എടുത്ത് പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ കോർഫുഖാനക്ക് പോയത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പുറത്തുനിന്ന് പോയി നിൽക്കുന്ന ടൈമിൽ കഴിയും. കാരണം നമ്മൾ ഏതേ ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പാർക്കിംഗ് ഇഷ്യൂ ഉണ്ടാവും, പിന്നെ ഭയങ്കര തിരക്കേക്കും. കാരണം ഒരുപാട് പേര് അന്ന് ഫുൾ റഷുള്ള ടൈമിലാണ്. ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ടൈം നമുക്ക് ഒരു ബാലൻസ് ആക്കി സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ അധികം പുറത്തുനിന്ന് തന്നെയല്ല കഴിക്കില്ല, അപ്പോൾ ഒരു വെറൈറ്റി ആക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ കുറേ വീഡിയോസൊക്കെ അനിയനും ഹസ്ബൻഡൊക്കെ കൂടി എടുത്ത് വെച്ചിരുന്നു. അത് കൂടെ അത് നല്ല അടിപൊളി വ്യൂ ആട്ടോ. പോകുന്ന ഓൺ ദ വ്യൂ നല്ല അടിപൊളിയാണ്. മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ സെറ്റാണ്, നല്ല സ്പോട്ടാണ്. നമുക്ക് വീഡിയോക്കും അതുപോലെ ഫോട്ടോക്കൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് ഉണ്ട്. പിന്നെ ബീച്ചുണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്, നല്ല വൈബ് ഏരിയ തന്നെ. നമുക്കൊരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള ഉണ്ട് കോർഫുഖാനിൽ. പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങി വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചു. അടിപൊളി, കുഴപ്പമില്ല, അൽഹംദുലില്ലാ. നെക്സ്റ്റ് വലിയ പെരുന്നാളൊക്കെ പോകണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വൈബ് പ്ലേസ് തന്നെയാണ്. പിന്നെ വാട്ടർഫോൾസ് പറയുകയാണെങ്കിൽ നൈറ്റ് പോകണമാണ് ബെറ്റർ. കാരണം നമ്മൾ അധികം ഫോട്ടോഷൂട്ട് ഒക്കെ വേണ്ടി സ്പോട്ടിൽ പോവുക, പിന്നെ ബീച്ചിൽ ഈവനിങ് ആകുമ്പോൾ പോവാൻ, നൈറ്റ് ഒരു വാട്ടർഫോൾസൊക്കെ എത്താൻ ഒരു പ്ലാനിങ്ങിൽ പോവുകയാണെങ്കിൽ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 1 മണി ഒക്കെ ആയപ്പോൾ റിട്ടേണും വന്നു, കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾ